ഹലോ ഗൈസ്, ചെമ്പനീർ പോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ കൊച്ചച്ഛൻ വരുമല്ലോ അല്ലേ എന്ന്. അതേ വരും, കൊച്ചച്ഛൻ ഉറപ്പായിട്ടും വന്നിരിക്കും എന്നൊക്കെ പറയും. അന്നേരത്തേന് ശ്രുതിക്കും അങ്ങ് സന്തോഷവും ഗമയും ഒക്കെ തോന്നുന്നുണ്ട്. എന്തായാലും പൊങ്കലിന് വരുമ്പോൾ കൊണ്ടിരുന്ന തട്ടിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ അല്ലേ നിൽക്കും. അറിയാം എല്ലാം വേണ്ട പോലെ ചെയ്തോളൂ എന്ന് കൊച്ചച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അച്ഛൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് രവീന്ദ്രൻ കയറി വരുന്നുണ്ട്. ചന്ദ്രമതി ഉടനെ പറയും, രവിയേട്ടാ കേട്ടോ, ശ്രുതിയുടെ കൊച്ചച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയും. കൊച്ചച്ഛനോ? അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിക്കും. അതെ, അങ്ങനെ ഒരാളുണ്ട്, ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉള്ള ആളാ, അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അച്ഛൻ എന്നാ വരാത്തെന്ന് ചോദിക്കും. ഉടനെ ശ്രുതി അങ്ങ് നിന്ന് പരുങ്ങുന്നുണ്ട്. ഉടനെ ശ്രുതി പറയും, അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ ഇപ്പം ലണ്ടനിലാന്ന്. ലണ്ടനിലോ എന്ന് ചോദിച്ച് ചന്ദ്രമതി പറയും, ജർമ്മനിയിലാണെന്നല്ലേ എന്നോട് പറഞ്ഞതെന്ന്. അതെ, ജർമ്മൻ വഴി ഇപ്പം ലണ്ടനിലേക്കാണ് പോയിരിക്കുന്നത്, ഇപ്പം ലണ്ടനിലാണെന്ന് ശ്രുതി ഉടനെ അങ്ങ് പറയും. എന്തായാലും വർഷയുടെ അമ്മ കൊണ്ടുവന്നത് പോലെ തന്നെ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ കൊണ്ടുവരുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കൊണ്ടുവരുമെന്ന് പറയും. എന്നിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ മുമ്പിൽ ശ്രുതി അങ്ങ് ഒരുമാതിരി ഗമ കളിച്ചും എന്തൊക്കെയോ കൊണ്ടുവരുമെന്നുള്ള ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. ഉടനെ ചന്ദ്രമതി പറയും, എന്തായാലും ശ്രുതിയുടെ കൊച്ചച്ഛൻ വന്നു കഴിയുമ്പോൾ നിൻ്റെ ജീവിതം തന്നെ അങ്ങ് മാറും കേട്ടോ, നല്ല ലെവലായിക്കോളും എന്നൊക്കെ പറഞ്ഞ് വലിയ മകനെ അങ്ങ് വലുതായിട്ട് സന്തോഷിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, എന്തായാലും അദ്ദേഹം വരുന്നുണ്ടല്ലോ, അല്ലാതെ തട്ടിൻ്റെ ഒന്നും കണക്കൊന്നും നോക്കണ്ട, അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ മാത്രം വലിയ സന്തോഷമൊന്നും കാണിക്കുന്നില്ല. പിന്നെ എല്ലാവരും അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതാണ്. ഓരോരുത്തരായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. ആദ്യം ശ്രുതിയാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ ശ്രുതിയോട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എൻ്റെ സെറ്റർ എടുത്തോന്ന്. ഞാൻ എടുത്തില്ല, എന്നാൽ ഒന്ന് എടുത്തോണ്ട് വരാൻ പറയും. അത് പറ്റത്തില്ല, ശ്രുതിയും കൂടെ വന്ന് വേണേ എടുക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ അത് വീണ്ടും എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചന്ദ്രമതിയും രവീന്ദ്രനും ഒരുങ്ങി ഇറങ്ങി വരും. അവർക്കും ഭയങ്കര സന്തോഷമാണ് രവീന്ദ്രന്. പക്ഷേ ചന്ദ്രമതിക്കാണ് ഒട്ടും ഇഷ്ടമല്ല പോകുന്നത്. സച്ചിൻ രേവതിയെ ഒരുങ്ങി ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് സച്ചി ചോദിക്കുന്നത്, എല്ലാം എടുത്തോന്ന്. അപ്പോൾ രേവതി പറയൂ, അച്ചമ്മയ്ക്കുള്ള സാരി എടുക്കാൻ മറന്നുപോയി, ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് രേവതി അകത്തേക്ക് അങ്ങ് പോകും. അന്നേരം ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് രവീന്ദ്രൻ ഉടനെ ഫോൺ വിളിച്ചൊക്കെ കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോവുകയാണ്, എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, പൊങ്കലൊക്കെ കഴിയട്ടെ, എല്ലാവരും ആയിട്ട് ഒരുമിച്ച് ഫാമിലി ആയിട്ടാണ് പോകുന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് പറയുന്നത്. അത് കേട്ടോണ്ട് നിൽക്കുന്ന ചന്ദ്രമതി പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കല്ലേ പോകുന്നത്, വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറയും. അത് കേൾക്കുന്നുണ്ട് സച്ചി ഉടനെ. എന്നിട്ട് എല്ലാവരും ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേനുടനെ സച്ചി പറയും, എന്തായാലും ഇനി അടുത്ത പൊങ്കലിന് നമുക്ക് അമേരിക്കയ്ക്ക് പോകാമെന്ന്. ഉടനെ രവീന്ദ്രൻ ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് നീ? അതല്ല, അത് അവിടെയാണല്ലോ അമ്മയുടെ വീട്, അമ്മ അമേരിക്കയിൽ ജനിച്ച പോലെയല്ലേ ഇപ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് അടുത്ത വർഷം അമ്മയുടെ വീട്ടിൽ പോയി പൊങ്കൽ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് കളിയാക്കുന്നുണ്ട്. ശ്രുതിയും കൂടെ ഒരുങ്ങി വന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അവിടെ മോടെ കൊച്ചച്ഛൻ വരുമല്ലോ അല്ലേന്ന്. വരും, ചെറിയച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണമെന്ന്, ഉറപ്പായിട്ടും വരും എന്ന്. ഇപ്പം അവിടുന്ന് പുറപ്പെട്ടോന്ന് ചോദിക്കും. പുറപ്പെട്ടു ഇപ്പം ബസ്സിൽ കയറി കാണുമെന്ന് പറയും. ബസ്സിനോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഞെട്ടും. അന്നേരത്തേന് സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ മലേഷ്യയിൽ നിന്ന് ബസ്സൊക്കെ ഉണ്ടോ ഇവിടെ വരെയെന്ന്. അന്നേരം അബദ്ധം പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് ശ്രുതി. ഉടനെ പറയും, അത് പിന്നെ എന്നൊക്കെ പറയുന്ന ഉടനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ബസ്സോ എന്ന്. അത് പിന്നെ എയർപോർട്ടിലോട്ട് നമ്മൾ വരുമ്പോഴത്തേന് പ്ലെയിൻ കയറാൻ നേരത്തെ ബസ്സിലല്ലേ വരുന്നത്, അതിനെയാ ഉദ്ദേശിച്ചെന്ന് പറയും. അങ്ങനെയെന്ന് ഉടനെ സച്ചി പറയുന്നുണ്ട്, എന്തോ ഒരു ഉടായിപ്പോണെന്നാ തോന്നുന്നെന്ന്. പിന്നെ വർഷയും ശ്രീകാന്തും വന്നില്ലല്ലോ, വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് തന്നെ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഞാൻ വരണോ, എനിക്ക് അവിടെ കംഫർട്ടബിൾ ആയിരിക്കില്ല, ഞാനതുകൊണ്ട് വീട്ടിൽ പോയി നിന്നിട്ട് നിങ്ങൾ വരുമ്പോഴത്തേന് വന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, നിനക്ക് അവിടെ എന്തായാലും ഇഷ്ടപ്പെടും, നീ ഗ്രാമങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, അവിടെ നന്നായിട്ട് കാണാനൊക്കെ പറ്റും, നല്ല രസമാണെന്നൊക്കെ പറയുമ്പോഴത്തേന് വർഷ പറയും, ഞാനതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. സിനിമയിൽ കാണുന്ന പോലെ ഒന്നും അല്ല, അതിൽ മനോഹരം എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയും, എന്നാലും ആ വീടൊക്കെ ശരിയാകുമോ, അവിടെ ആവശ്യത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള സൗകര്യമൊക്കെ ഞാൻ നിനക്ക് തരാം, നീ എങ്ങനെയും വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും.
അപ്പോൾ അത് കേട്ടോണ്ട് നിൽക്കുന്ന ചന്ദ്രമതി ഓടി അകത്ത് കയറി വന്നിട്ട് പറയും, മോളെ നീ വരണം, നീ വന്നാലേ പറ്റത്തുള്ളൂ, നീ എന്നെയും കൊണ്ട് ചെന്നില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും, അത് കാരണം നീ വരണം, നിനക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ സംഘടിപ്പിച്ച് തരാം കേട്ടോ മോളെ എന്നൊക്കെ പറയുമ്പോഴത്തേന് വർഷ പറയാം എന്നാൽ ശരി വരാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരുങ്ങുകയാണ്. അന്നേരം ചന്ദ്രമതി പറയും, മോള് വീട്ടിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞത് ശരിയാകത്തില്ല, മോൾ ആദ്യമായിട്ട് വീട്ടിൽ പോകുമ്പോൾ ഭർത്താവും കൂടെ വരേണ്ടതല്ലേ, അല്ലാതെ ഒറ്റയ്ക്ക് പോയി നിൽക്കാനൊന്നും പാടില്ലല്ലോ, അതുകൊണ്ട് മോള് വരാൻ പറയും. ഉടനെ പിന്നെ വർഷം ഇവരുടെ കൂട്ടത്തിൽ പോകാനായിട്ട് സമ്മതിച്ച് ഇറങ്ങി വരുന്നുണ്ട്. വണ്ടിയിൽ കയറാൻ നേരത്തെ 2 വണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനുമാണ് വണ്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം സച്ചിയുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ ശ്രുതിയും സുധിയും ശ്രീകാന്തും വർഷം എല്ലാം കയറും. അവരെല്ലാം പറയും ഇപ്പുറത്തെ വണ്ടിയിൽ കയറുന്നേ ഇല്ല, ഇനി ഞാൻ ഈ വണ്ടിയിൽ കയറിയാൽ രേവതി ചേച്ചിയുടെ ഭർത്താവ് അത് ഇതൊക്കെ പറയും, എനിക്ക് ആകെ ഇറിറ്റേഷൻ ആവും, അതുകൊണ്ട് ഞാൻ അടുത്ത വണ്ടിയിൽ കയറിക്കാമെന്ന് പറഞ്ഞ് വർഷ സച്ചിയുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ കയറും. അന്നേരം ഈ ശ്രുതിയെങ്കിലും ഇത് കയറാനൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും അപ്പുറത്തെ വണ്ടിയൊക്കെ തന്നെയാണ് കയറുന്നത്. ഈ സച്ചി ഓടിക്കുന്ന വണ്ടിയെ രേവതിയും രവീന്ദ്രനും ചന്ദ്രമതിയാണ് കയറുന്നത്. വഴി നീളെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, എന്ത് മനോഹരമായ കാഴ്ചയാണ്, നല്ല പച്ചപ്പൊക്കെ മനസ്സിന് നല്ല കുളിർമയേകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് ചന്ദ്രമതി പറയും, പിന്നെ എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ റോഡിൽ കൂടെ അല്ലേ പോകുന്നെന്ന്, അതെന്താണ് നമ്മൾ ലണ്ടനിലെ പോകുന്നത്, ഇതിപ്പം ഇത്രയും മനോഹരമായ കാഴ്ച ലണ്ടനിലൊന്നും കാണത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോഴത്തേനും വർഷയ്ക്ക് അങ്ങ് ബുദ്ധിമുട്ടാണ്, എങ്ങനാകും അവിടെ ചെന്നാൽ എനിക്ക് കംഫർട്ടബിൾ ആകില്ല, ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇരിക്കുകയാണ്. ശ്രീകാന്ത് മാക്സിമം സാരമില്ല, അതൊക്കെ ശരിയാകും, ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് വർഷ ചോദിക്കുന്നുണ്ട്, ഞാൻ സിനിമയിൽ കാണുന്ന പോലുള്ള സീനൊന്നും കാണുന്നില്ലല്ലോ, മലകളും വലിയ വെള്ളച്ചാട്ടം ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് കാർ ഓടിക്കുന്ന ആൾ പറയുന്നുണ്ട്, അതൊക്കെ പലയിടത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതല്ലേ സിനിമയിലൊക്കെ, വർഷയ്ക്ക് ഇതുവരെ അതൊന്നും അറിയത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷയൊന്നും മിണ്ടുന്നൊന്നുമില്ല. ശ്രുതിയാണെങ്കിൽ പുറത്തെ കാഴ്ചകളിലൊന്നുമല്ല മനസ്സ്, ആകെ ടെൻഷനാണ്. ആ ബിരാനിക്ക വന്നിട്ട് പോയി കഴിയുന്നോടം വരെ മനുഷ്യനാകെ ഒരു സമാധാനമില്ല, അയാൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു, ഇവർക്കാർക്കും ഒരു സംശയമൊന്നും തോന്നല്ലേ ദൈവമേ എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് സുധി തിരിഞ്ഞ് നോക്കി ചോദിക്കുന്നുണ്ട്, എന്താ വർഷ ഒരു ടെൻഷൻ പോലെ? എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് നീ പുറത്തെ കാഴ്ചകളൊന്നും കാണുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറയും. ഇല്ല ഞാൻ എല്ലാം കാണുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. ശ്രുതിക്ക് പക്ഷേ ആകെ ടെൻഷന് തന്നെയാണ് മുഖം. പിന്നെ കാണിക്കുന്നത് അച്ചമ്മയുടെ വീടാണ്. അച്ചമ്മ വാതുക്കൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇവർ വരുന്നത് നോക്കി. അന്നേരം ഇങ്ങനെ വഴിയിലേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേന് അച്ചമ്മയ്ക്ക് തോന്നുകയാണ് ഇവരെല്ലാവരും കൂടെ വണ്ടിയെ വന്നിറങ്ങി സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് കയറി വരുന്നതായിട്ട്. അന്നേരം വീട്ടിലെ വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അവർ വരുന്നത് നോക്കി നിൽക്കുകയാണോ എന്ന്. അതെ, ഞാൻ അവർ വരുന്നത് നോക്കി നിൽക്കുക, ഇത്രയും നേരമായിട്ടും വന്നില്ലല്ലോ എന്ന് പറയും. അവരിങ്ങി വന്നോളും എന്ന് പറയുന്ന ഉടനെ 2 കാറ് കയറി വരും. അന്നേരം ആ കാറിനകത്തുനിന്ന് ഇവരെല്ലാവരും ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട്. ഇവർ വരുന്ന കാണുമ്പോഴത്തേന് മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും. അവരിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇവരെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.